ഹലോ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1000-ൽ നിന്ന് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് സംഖ്യ കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര? പെട്ടെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, പക്ഷേ വളരെ 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 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1000-ൽ നിന്ന് കുറയ്ക്കണം ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് സംഖ്യ. ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് സംഖ്യ ഏതാ? ഏറ്റവും വലിയ 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 99 ആണ്. അപ്പോൾ 99 99 കഴിഞ്ഞ പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? 100 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് എന്ന് പറഞ്ഞത് 100 അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 1000-ൽ നിന്ന് 1000-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 100 ആണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ ഏത് കിട്ടും? 900. ഇത്രയേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റത്തിൽ വോൾ നമ്പർ, ഇൻറ്റിജർ, റാഷണൽ നമ്പർ, ഇറാഷണൽ ഒക്കെയാണ് എടുത്തതല്ലേ? അതായത് അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകളൊക്കെ. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ നോട്ട് ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളത്തിൽ പറയാം കേട്ടോ. അപ്പോൾ എവറി നാച്ചുറൽ നമ്പർ ഈസ് എ വോൾ നമ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം, നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് 1, 2 എന്നൊക്കെ അല്ലേ? അങ്ങനെ കൗണ്ട് ചെയ്യും. ആ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ നമ്മളൊരു 0 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി? വോൾ നമ്പറായി, അഖണ്ഡ സംഖ്യയായി. അപ്പോൾ ഈ അഖണ്ഡ സംഖ്യേൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ ഉള്ളത് ഈ അഖണ്ഡ സംഖ്യേൻ്റെ ഉള്ളിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ അഖണ്ഡ സംഖ്യയുടെ ഉള്ളിൽ ആരും കൂടി ഉണ്ട്? എണ്ണൽ സംഖ്യ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്നത്. എന്ന് വെച്ചാൽ ഈ പൂർണ്ണസംഖ്യകൾ ആരും കൂടി ഉണ്ട്? ഈ അഖണ്ഡ സംഖ്യകളുണ്ട്, എണ്ണൽ സംഖ്യകളുണ്ട്. അപ്പോൾ ഈ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ ആരാ വലിയ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ആരാണ്? പൂർണ്ണസംഖ്യകളാണ്. കാരണം അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഈ വോൾ നമ്പേഴ്സും അല്ലെങ്കിൽ ഈ അഖണ്ഡ സംഖ്യകളും ഈ എണ്ണൽ സംഖ്യകളും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി പൂർണ്ണസംഖ്യകൾക്കും മേലെ ഉണ്ടോ? അതുണ്ട്, ഭിന്നകങ്ങൾ. ഈ ഭിന്നകങ്ങൾ ആരൊക്കെ വരുന്നുണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകളൊക്കെ എന്തിൽ വരുന്നുണ്ട്? ഈ ഭിന്നകങ്ങൾ വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ 1, 2, 3, -1, 2 ഡിവൈഡ് ബൈ 1 എന്ന് വെച്ചാൽ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതൊക്കെ എന്താണ്? ഭിന്നകങ്ങളാണ്. അപ്പോൾ ഭിന്നകങ്ങൾ എന്നാണ് ഈ എണ്ണൽ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ. ഇതിലൊക്കെ ഏറ്റവും വലുതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. പക്ഷേ ഭിന്നകങ്ങളിൽ കൂടി ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഏറ്റവും വലുതാരാണ്? ഭിന്നകങ്ങളാണ്. കാരണം ഈ ഭിന്നകങ്ങൾ ഇവയെല്ലാം പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഭിന്നകങ്ങൾക്കും വലുതുണ്ടോ? ഉണ്ട്. അതാണ് നമ്മളെ രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉള്ളതാണ്. പ്ലസ് എന്തും കൂടി ഉണ്ട്? ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നകങ്ങളും കൂടി ഉണ്ട്. എന്താണ് ഈ അഭിന്നകങ്ങൾ എന്ന് വെച്ചാൽ? √2, √3, π പോലുള്ള വാല്യൂസും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ രേഖീയ സംഖ്യകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന വലിയ ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയുക? രേഖീയ സംഖ്യകളാണ്. ഓക്കെ അല്ലേ? രേഖീയ സംഖ്യകൾക്ക് മുകളിലുണ്ട്, അത് കോംപ്ലക്സ് നമ്പേഴ്സാണ്, A+IB എന്നുള്ള ഫോമിലൊക്കെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ പഠിക്കേണ്ടത് ഏറ്റവും വലുത് രേഖീയ സംഖ്യകൾ എന്ന് വരെ PSC ലെവലിലൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ രേഖീയ സംഖ്യകളാണ് ഏറ്റവും വലുത്. ഓക്കെ അല്ലേ? ഇതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? അഖണ്ഡ സംഖ്യകൾ പെടുന്നുണ്ട്, പൂർണ്ണസംഖ്യകൾ പെടുന്നുണ്ട്, പിന്നെ എണ്ണൽ സംഖ്യകൾ പെടുന്നുണ്ട്, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ എല്ലാം പെടുന്ന സെറ്റാണ് എന്തെന്ന് പറയുന്നത്? ഈ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അതിന് ചുരുക്കമായിട്ട് നമുക്ക് രേഖീയ സംഖ്യകൾ എന്തൊക്കെ പെടുന്നുണ്ടെന്ന് വെച്ചാൽ ഭിന്നകങ്ങളും അഭിന്നകങ്ങളും ചേർന്നതാണ് രേഖീയ സംഖ്യകൾ എന്ന് കൂടെ പറയാം. ഓക്കെ അല്ലേ? അതിൻ്റെ ഇംഗ്ലീഷിലുള്ള നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് വോയിസ് കേട്ട് നിങ്ങൾക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 100-നും 200-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? എത്ര അഭാജ്യ സംഖ്യകളുണ്ട് 100-നും 200-നും ഇടയിൽ? നമുക്ക് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം 1-നും 100-നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് അല്ലെങ്കിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് ചോദിച്ചാൽ 25 പ്രൈം നമ്പേഴ്സാണുള്ളത്. 25 അഭാജ്യ സംഖ്യകളാണ് 1-നും 100-നും ഇടയിലുള്ളത്. അങ്ങനെയെങ്കിൽ 100-നും 200-നും ഇടയിലുള്ള എത്രയാണ്? നമ്മൾ ഓർത്ത് വെച്ചാൽ 100-ൽ ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ ഈ 2 1 കൂടി ചേർത്തിട്ട് 21 അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ 21 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 200-നും 300-നും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട് ചോദിച്ചാൽ 2 × 3 6 അല്ലേ? അപ്പോൾ 16 അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ 16 അഭാജ്യ സംഖ്യകളാണുള്ളത്. അപ്പോൾ 1-നും 100-നും ഇടയിൽ 25, 100-നും 200-നും ഇടയിൽ 21, 200-നും 300-നും ഇടയിൽ 16. ഇത്രയൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടില്ലേ? 100-നും 200-നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളുണ്ട്? ഇപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ 2, 1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ? 21 അഭാജ്യ സംഖ്യകളാണുള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. x = 1/0.2 + 3/0.4 ആണെങ്കിൽ x/0.5 എത്രയാണ്? പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക്
ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് 2026 ചോദിച്ച PYQ ക്വസ്റ്റൻ ആണ്, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതണം എങ്ങനെയെന്നാണ്. ഇപ്പോൾ 0.2 എന്ന് പറയുന്നതിനെ നമുക്ക് 2/10 എന്ന് എഴുതാം. 2/10 ആണ് 0.2 എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 222 നമ്മൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ 10ൽ ഒരു 0 അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 0 ആണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടാം. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്, ലാസ്റ്റ് എൻഡ് നമ്പേഴ്സ് നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 22.2 എന്ന് വരും. ലാസ്റ്റ് നമ്പർ എന്ന് വെച്ചിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു 0 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഒരു നമ്പർ മാറ്റിയിട്ട് അവിടെ കുത്തിട്ടത് അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ടെടുത്താൽ മതി, അതാണ് ആൻസർ വരും. വേറെ എക്സാമ്പിൾ 222/100 ആണെന്നുണ്ടെങ്കിൽ 100ൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് നിന്ന് 2 നമ്പേഴ്സ് മാറിയിട്ട് വേണം പോയിൻ്റ്, അതായത് 2.22 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി വേറെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 33/10 ആണെന്നുണ്ടെങ്കിൽ 10ൽ ഒരു 0 അല്ലേ ഉള്ളൂ, അപ്പോൾ 3.3. ഇനി 3/100 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? 3 ആകെ ഒരു നമ്പറേ ഉള്ളൂ, പക്ഷേ 2 0 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. എവിടെ കൊടുക്കണം? ആദ്യം 3 ഇടുക, 3 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 കൊടുത്തിട്ട് പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ 2 നമ്പേഴ്സ് ആയില്ലേ? 0.03 ആയിരിക്കും 3/100ൻ്റെ വാല്യൂ. കത്തിയോ? ഇതിൻ്റെയൊക്കെ വാല്യൂസ് പറഞ്ഞേ. 5/10ൻ്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ 0.5 ആയിരിക്കും. 5/100 ആകുമ്പോൾ 0.05 ആയിരിക്കും. 55/1000 ആകുമ്പോൾ 1000ൽ 3 സീറോസ് ഉണ്ട്, അപ്പോൾ 0.055. ഓക്കെ അല്ലേ? ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ 1/0.2 എടുക്കാം. 1/0.2നെ നമുക്ക് 1/2/10 എന്ന് എഴുതാമല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഡിവിഷനിലൊരു റാഷണൽ നമ്പർ വന്നു എന്ന് വെച്ചാൽ നമുക്ക് അതിന് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ റാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1 × 10/2 ചെയ്താൽ മതി. അപ്പോൾ റാഷണൽ നമ്പേഴ്സിൻ്റെ ഇതുപോലുള്ള ഡിവിഷൻ വരുമ്പോഴും അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ചെയ്യേണ്ട മെത്തേഡ് ഫസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന പോർഷൻ കാണാം. അവിടെ അതിൻ്റെ ട്രിക്സ് ആയിട്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടൊക്കെ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് സെറ്റായിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ എത്തി നിന്ന് സ്റ്റക്കായി പോകും. ഞാനിപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും എന്തായും ഈ വീഡിയോ അങ്ങോട്ട് ലെങ്ത് ആയി പോകും. അപ്പോൾ മക്കൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി. അപ്പോൾ 1 × 10/2, 10/2ൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പോൾ ഈ 1/0.2ൻ്റെ വാല്യൂ എന്താണ്? 5 എന്ന് കിട്ടി. ഫസ്റ്റ് സെക്ഷനിൽ ഇവിടെ ഈ 1/0.2ന് പകരപ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. പ്ലസ് ഇനി നമുക്ക് 3/0.5ൻ്റെ വാല്യൂ കാണാം. 3/0.4 ഇതുപോലെ തന്നെ എങ്ങനെ എഴുതാം? 3/4/10 എന്ന് എഴുതാം. പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ അല്ലേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 10/4. ഈ 10/4 നമുക്കിവിടെ വെട്ടിപ്പോവും. 5/2. അപ്പോൾ 3 × 5 15/2 എന്ന് എഴുതാം. അതായത് 15ൻ്റെ പകുതി എത്രയാണ്? 7.5 ആണ്. ഈ മാത്സ് ഇതുപോലെ പെട്ടെന്ന് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ വെട്ടിച്ചെറുതാക്കി പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വെട്ടിച്ചെറുതാക്കുക ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ നോക്കിയിട്ട് അതൊന്ന് പഠിച്ചിട്ട് സെറ്റായിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് x = 1/0.2ൻ്റെ വാല്യൂ 5 എന്നും 3/0.4ൻ്റെ വാല്യൂ 7.5 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് 5 + 7.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 12.5 എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാ. ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കുന്നത്? x/0.5 എന്നാണ്. x/0.5 എന്ന് വെച്ചാൽ x/5/10 ആണ് അല്ലേ? x/5/10 എന്ന് വെച്ചാൽ x × 10/5 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ x × 10/5 എന്താണ്? 2 ആണ്. അപ്പോൾ x × 2. അപ്പോൾ ഒന്നുകൂടി വൃത്തിക്ക് ഞാൻ എക്സും ഇൻറ്റും കൂടി മാറിപ്പോണ്ടിരിക്കുക, എക്സിനൊന്ന് മാറ്റി എഴുതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ് എന്ത് കിട്ടി? 12.5 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് x/0.5 എന്ന് വെച്ചാൽ 2 × x ആണ്. ഒന്നുകൂടി സ്റ്റെപ്പ് നോക്കാം. x/0.5ന് നമുക്ക് x/5/10 എഴുതാം. എന്നിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ x × 10/5. 10/5ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ എക്സ് നമുക്ക് എന്താണ്? 12.5 എന്ന് കിട്ടി. × 2. 12.5 × 2 എത്രയാണ്? 25 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഏതാ വരിക? ഓപ്ഷൻ എന്താണ്? ബി ആണ്. ആൻസർ ഈസ് ബി. കുറച്ച് ലെങ്തിയാണ്. പെട്ടെന്ന് നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? സംഭവം സിമ്പിളാണ്, പക്ഷെ കുറച്ച് ലെങ്തിയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കമൻറ്റ് എന്തായാലും ഒന്ന് പറയണേ. കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.